നമ്മൾ ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പുകളെപ്പറ്റി ഒരുപാട് സംസാരിക്കാറുണ്ട് അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ ജയവും തോൽവിയും തീരുമാനിക്കപ്പെടുന്നത് ഡൽഹിയിലോ തിരുവനന്തപുരത്തോ അല്ല. അത് കൊയിലാണ്ടി പോലെയുള്ള ഓരോ സാധാരണ മണ്ഡലങ്ങളിലെ ഓരോ വീട്ടിലെയും അടുക്കളകളിലാണ്. അങ്ങനെയുള്ള ഒരിടത്തെ ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഉള്ളറകളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് യാത്ര ചെയ്യാം. നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേരളത്തിന്റെ തീരദേശ മണ്ഡലമായ കൊയിലാണ്ടിയിലാണ്. ഒറ്റനോട്ടത്തിൽ ശാന്തമായൊരു പ്രദേശം. പക്ഷേ കുറച്ചുകൂടി അടുത്തു നോക്കിയാൽ ആധുനിക ഇന്ത്യ നേരിടുന്ന ഒട്ടുമിക്ക വെല്ലുവിളികളുടെയും ഒരു നേർക്കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. എന്താണൊരു തിരഞ്ഞെടുപ്പിന്റെ ഫലം യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്? വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോ ദേശീയ നേതാക്കളുടെ പ്രസംഗങ്ങളോ? അതോ നമ്മുടെ തൊട്ടടുത്തുള്ള റോഡിലെ കുഴിയോ പൈപ്പിൽ വെള്ളം വരാത്തതോ അല്ലെങ്കിൽ അടുക്കളയിലെ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്ന വിലക്കയറ്റമോ? ഇതിനുള്ള ഉത്തരമാണ് നമ്മളെവിടെ അന്വേഷിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് കൊയിലാണ്ടിയുടെ മണ്ണിലേക്കും അവിടുത്തെ മനുഷ്യരുടെ മനസ്സിലേക്കും നേരിട്ട് ഇറങ്ങിച്ചെല്ലാം. എന്താണ് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്ന് നോക്കാം. കൊയിലാണ്ടിയെ മനസ്സിലാക്കാൻ ഈ കണക്കുകൾ നമ്മളെ സഹായിക്കും. ഇതൊരു സമ്പൂർണ്ണ തീരദേശ മേഖലയാണ്. അതായത് കടലും മത്സ്യബന്ധനവുമാണ് ഇവിടുത്തെ ജീവിതത്തിന്റെ അടിത്തറ. ജനസംഖ്യയിൽ ഏകദേശം 69% ഹിന്ദുക്കളും 30% മുസ്ലിങ്ങളുമാണ്. പല കുടുംബങ്ങളും മുന്നോട്ടു പോകുന്നത് ഗൾഫിൽ നിന്നയക്കുന്ന പണം കൊണ്ടാണ്. ഇതിനെല്ലാം ഉപരിയായി 2021 78% മുകളിലായിരുന്നു ഇവിടുത്തെ പോളിംഗ്. അതിനർത്ഥമെന്താ? ഇവിടത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ഇടപെടുന്നവരാണ്. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇനി നമുക്ക് ഈ വിശകലനത്തിന്റെ കാതലിലേക്ക് വരാം. അതായത് ജനങ്ങളുടെ ആവശ്യങ്ങളും അവർക്ക് ഭരണത്തിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളും തമ്മിലുള്ള വലിയ അന്തരം. അവരുടെ പരാതി പുസ്തകത്തിലെ പ്രധാന താളുകൾ നമുക്കൊന്ന് മറിച്ചു നോക്കാം. ഈ കണക്കുകൾ നമ്മൾ ശ്രദ്ധയോടെ കാണണം. കേരളത്തിലെ യുവാക്കളിൽ ഏതാണ്ട് 30% തൊഴിലില്ല. ഇതൊരു വെറും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. പഠിച്ച് ബിരുദമെടുത്ത് ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ പ്രതീക്ഷകളും നിരാശകളുമാണ് ഈ അക്കത്തിന് പിന്നിലുള്ളത്. കൊയിലാണ്ടിയിലെ ഓരോ വീട്ടിലും ഈ അസ്വസ്ഥതയുണ്ട്. അടുത്തത് എല്ലാ സാധാരണക്കാരന്റെയും ഉറക്കം കെടുത്തുന്ന പ്രശ്നം: വിലക്കയറ്റം. ഭക്ഷ്യവസ്തുക്കൾക്ക് ഏകദേശം 10% വില കൂടുമ്പോൾ അതൊരു കുടുംബത്തിന്റെ മാസ ബഡ്ജറ്റിനെ എങ്ങനെയാണ് തകിടം മറിക്കുന്നതെന്ന് ഒന്നോർത്തു നോക്കൂ. ഇനി ഈ കണക്ക് നോക്കൂ. ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ 19 ഡോക്ടർമാർ വേണ്ട സ്ഥാനത്ത് നിലവിലുള്ളത് വെറും 9 പേർ, പകുതിയിൽ താഴെ. ഒരു അസുഖം വന്നാൽ, ഒരു അപകടം പറ്റിയാൽ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ എവിടെ പോകും? അപ്പോ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കൊയിലാണ്ടിയിലെ വോട്ടർമാരുടെ മനസ്സിലെ യഥാർത്ഥ പ്രകടന പത്രിക നമുക്ക് കാണാം. കുടിക്കാൻ ശുദ്ധമായ വെള്ളമില്ലാത്ത അവസ്ഥ, യാത്ര ചെയ്യാൻ നല്ല റോഡുകളില്ല, ചെറുപ്പക്കാർക്ക് ജോലിയുടെ അഭാവം, ചികിത്സയ്ക്ക് മതിയായ സൗകര്യങ്ങളില്ല. ഇതാണ് ഇവിടത്തെ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്ന അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ. ഈ വിഷയങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പൊതുസംഭാഷണമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. കാരണം ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വപരമായ ചർച്ചകളാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള കളമൊരുക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആ കളത്തിലേക്ക് ശ്രദ്ധിക്കാം. അവിടെ അണിനിരന്ന പ്രധാന കക്ഷികൾ ആരൊക്കെയാണ്, അവരുടെ ശക്തിയും ദൗർബല്യങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം, അതായത് 2021 കണക്ക്, ഒരു കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. നേരിയ ശതമാനത്തിന്റെ വ്യത്യാസത്തിലാണ് ഇവിടെ ജയവും തോൽവിയും നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും ഇവിടെ നിർണായകമാണ്. ഒരു ചെറിയ പാളിച്ച പോലും ഫലത്തെ മാറ്റിമറിക്കും. ഇതൊരു ക്ലാസിക് രാഷ്ട്രീയ സാഹചര്യമാണ്. ഒരു വശത്ത് ശക്തമായ സംഘടനാ സംവിധാനവും സർക്കാർ ക്ഷേമ പദ്ധതികളും കൈവശമുള്ള ഭരണകക്ഷി, മറുവശത്ത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ അവസരമുള്ള പ്രതിപക്ഷം. ഇവിടെ ആരാണ് തങ്ങളുടെ അവസരങ്ങളെ ഏറ്റവും ബുദ്ധിപരമായി ഉപയോഗിക്കുന്നത്, അവരായിരിക്കും വിജയിക്കുക. അപ്പോ ഈ സാഹചര്യത്തിലെ ജനങ്ങളുടെ പരാതികളെ എങ്ങനെ വോട്ടാക്കി മാറ്റാം? അതിന് വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു വിജയത്തിന്റെ രൂപരേഖ ആവശ്യമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വെല്ലുവിളിയെ നേരിടാൻ നിർദ്ദേശിക്കുന്ന തന്ത്രമാണ് ചതുർമുഖ സിദ്ധാന്തം. ഇതിന് 4 മുഖങ്ങളുണ്ട്. ഒന്നാമത്തേത്, ശിവനെപ്പോലെ ഭരണപക്ഷത്തിന്റെ പരാജയങ്ങളെ, അതായത് വെള്ളം, തൊഴിൽ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായി ആക്രമിച്ച് തുറന്നുകാട്ടുക.
രണ്ടാമത്തേത് വിഷ്ണുവിനെപ്പോലെ ഒരു സംരക്ഷകന്റെ റോൾ ഏറ്റെടുക്കുക, അതായത് ജനങ്ങൾക്ക് സ്ഥിരതയുള്ളൊരു ഭരണം വാഗ്ദാനം ചെയ്യുക. മൂന്നാമത്തേത് ബ്രഹ്മാവിനെപ്പോലെ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുക. ഉദാഹരണത്തിന് മത്സ്യബന്ധന മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ, യുവാക്കൾക്കായി സ്റ്റാർട്ടപ്പ് ഫണ്ടുകൾ. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മുഖം ദുർഗയെപ്പോലെ സമൂഹത്തിലെ ദുർബലരായ മത്സ്യത്തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും സ്ത്രീകൾക്കും ഒരു സംരക്ഷണ കവചമൊരുക്കുക. ഇതൊരു വെറും രാഷ്ട്രീയ തന്ത്രമെന്നതിലുപരി ഒരു സമ്പൂർണ്ണ സമീപനമാണ്. ഈ തന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? അത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന 3 പ്രധാന പ്രശ്നങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നു എന്നതാണ്. വെള്ളം, റോഡുകൾ, വിലക്കയറ്റം. വർഷങ്ങൾ നീളുന്ന വാഗ്ദാനങ്ങൾക്കപ്പുറം അധികാരത്തിൽ വന്നാൽ ഉടനടി ആശ്വാസം നൽകുമെന്ന സന്ദേശമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. വെറുതെ തന്ത്രങ്ങൾ മെനഞ്ഞാൽ മാത്രം പോരല്ലോ, അതെങ്ങനെയാണ് താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നത് എന്ന് നോക്കൂ. ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു കൃത്യമായ ആക്ഷൻ പ്ലാൻ. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് മുതൽ ഓരോ വിഷയത്തിലും സർവേകൾ നടത്തുന്നതുവഴി ജനങ്ങളുടെ പരാതി കേൾക്കാൻ ഒരു ഹോട്ട്ലൈൻ സ്ഥാപിക്കുന്നതുവരെ ഓരോ ചുവടും കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കുന്നു. കൊയിലാണ്ടിയുടെ ഈ കേസ് സ്റ്റഡിയിൽ നിന്നും നമുക്ക് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട്. ഇത് കൊയിലാണ്ടിക്ക് മാത്രം ബാധകമായ ഒന്നല്ല, ഇന്ത്യയിലെ ഏതൊരു തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലും പ്രസക്തമായൊരു കാര്യമാണ്. ഈയൊരു വാചകം എല്ലാത്തിന്റെയും സാരമാണ്. എത്ര വലിയ പ്രത്യാശാസ്ത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു സാധാരണ പൗരൻ ചിന്തിക്കുന്നത് തനിക്ക് കുടിക്കാൻ ശുദ്ധമായ വെള്ളം കിട്ടുന്നുണ്ടോ, തന്റെ കുട്ടിക്ക് സുരക്ഷിതമായി സ്കൂളിൽ പോകാൻ നല്ല റോഡുണ്ടോ, കുടുംബം പോറ്റാൻ ഒരു വരുമാനമാർഗമുണ്ടോ എന്നൊക്കെയാണ്. ഇതാണ് അടിസ്ഥാന രാഷ്ട്രീയം. അപ്പോൾ വിജയത്തിലേക്കുള്ള യഥാർത്ഥ വഴിയെന്താണ്? അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും അവരുടെ പരാതികൾക്ക് വിശ്വസനീയമായ, നടപ്പിലാക്കാൻ കഴിയുന്ന പരിഹാരങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ്. പരാതികളിൽ നിന്ന് ഭരണത്തിലേക്കുള്ള പാലം പണിയുന്നത് ഈ കേൾവിയിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ്. ഈ പ്രക്രിയയിൽ ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ ഡാറ്റാ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ പ്രകാരം ഏതൊരാളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അവരുടെ സമ്മതത്തോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. കൊയിലാണ്ടി പോലൊരു ചെറിയ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പോലും ഇത്രയധികം ആഴവും സങ്കീർണതയുമുണ്ടെങ്കിൽ 140 കോടി ജനങ്ങളുള്ള ഒരു മഹാരാജ്യത്തെ നയിക്കുക എന്നത് എത്രമാത്രം വലിയൊരു ഉത്തരവാദിത്തമായിരിക്കും. ഇത് നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഓരോ വോട്ടും എത്രമാത്രം വിലപ്പെട്ടതാണെന്നും അതെത്രമാത്രം ആലോചിച്ച് വിനിയോഗിക്കണമെന്നും ഉള്ളൊരു ഓർമ്മപ്പെടുത്തൽ. If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-420-41602. Purpose beyond politics.